പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മിർസ അഫ്സൽ യൂനുസ് സക്രിയ. ഒരുപാട് അപരന്മാരെയും കണ്ടിട്ടുണ്ട്. ഇതുപോലെ മണിച്ചേട്ടൻ്റെ ഒരു അപരനെ ആദ്യമായിട്ടാണ് കേട്ടോ കാണാൻ പോകുന്നത്. മാനന്തവാടി പഴശ്ശി പാർക്കിൽ വെച്ചിട്ട്. എന്തായാലും ഒന്ന് പരിചയപ്പെടാം. ഹലോ, എന്താ പേര്? മണി. മണി അല്ല, കുഞ്ഞമ്മണി. കുഞ്ഞമ്മണി. ഈ ഓട്ടോ നിങ്ങളതാണോ? ഇതെന്റെ വണ്ടി. ഈ ഓട്ടോയിൽ 2-3 ചിത്രം കാണുന്നുണ്ടല്ലോ. ഇത് മണിച്ചേട്ടന്റെ ഒറിജിനലാണോ? അല്ല, അത് ഞാനാ. അത് നിങ്ങൾ അഭിനയിച്ച? വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങളുടെ കൂടെ ഇപ്പൊ ആരൊക്കെ ഉണ്ട്? 2-3 ടീം കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടില്ല. വന്നില്ല അല്ലേ? ഇന്ന് നമുക്കൊന്ന് വിശദമായിട്ട് വയനാടിന്റെ മുത്ത് മണിയെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? പഴശ്ശി പാർക്കിൽ ഒരു പരിപാടിക്ക് വന്നോ. ഓക്കെ, താങ്ക് യു. കാര്യം താനൊന്ന് പറഞ്ഞപ്പോ താൻ എനിക്കിട്ടൊന്ന് പെരുമാറി. മനോഹരമായിട്ട് നാടൻ പാട്ടും പാടും. ഒരു 3-4 പാട്ട് നമുക്ക് കേൾക്കാം. 4 വരി ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ല? ഒരു 4 വരി. അതെ അതെ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ പുഴയാകെ അലഞ്ഞോനാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ പുഴയാകെ അലഞ്ഞോനാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ പുഴയാകെ അലഞ്ഞോനാണ്ടി. ഇന്ന് നിന്റെ വീട്ടിലോ കല്യാണ അലങ്കാരമോ, ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി. ഇന്ന് നിന്റെ വീട്ടില് കല്യാണ അലങ്കാരോ, ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ പുഴയാകെ അലഞ്ഞോരാണ്ടി. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണീ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണീ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. വയനാട് മാനന്തവാടിയിൽ ഓട്ടോ ഓടിക്കുന്ന കുഞ്ഞൻമണി. മണിയുടെ വലിയൊരു ആരാധകനും മണിച്ചേട്ടൻ മാത്രം ഹൃദയത്തിൽ. ഓട്ടോയിൽ മണിച്ചേട്ടൻ്റെ ചിത്രം. അദ്ദേഹത്തെയാണ് നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നത്. എന്തായിട്ടുണ്ടെങ്കിലും വലിയൊരു കലാകാരനാണ്, ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. നിരവധി സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറച്ച് നടന്മാരെ ചെയ്യോ? അതായത് നമ്മളെ ആരെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ജയനോ, ഇനിയിപ്പോൾ ജഗതിയോ, ഇനി പപ്പുവോ, ഇനി ആരോ ആയിക്കോട്ടെ, നിങ്ങൾ എത്ര പേരെ ചെയ്യും? കുറേ ചെയ്യൂലേ? എന്നാൽ കുറേ ഒന്നും വേണ്ട, ഒരു 3-4 പേര് കേട്ടോ. ആദ്യം ജയനിൽ നിന്നാണ് തുടങ്ങാം. എടാ, 24 മണിക്കൂറിനുള്ളിൽ 75 രൂപമായി എൻ്റെ സൈറ്റിൽ വന്നാൽ ബഹുമാനം തിരികെ നൽകാം. വിവരം പോലീസിനെയോ മറ്റാരെങ്കിലും അറിയിക്കാൻ ശ്രമിച്ചാൽ എൻ്റെ പൊടി പോലും കാണില്ല. ഓക്കെ, ഇനി നമുക്ക് ഇനിയൊരു ജഗതി ആയിക്കോട്ടെ. ജഗതിന് ഇഷ്ടമില്ലാത്ത ആരുമില്ല. ജഗതി ശ്രീകുമാർ ചേട്ടൻ. കാര്യം താനൊന്ന് പറഞ്ഞപ്പോ താൻ എനിക്കിട്ടൊന്ന് പെരുമാറി. അല്ലേ പുല്ലേ, ഒന്നിക്ക് താൻ ഇറങ്ങട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോടി. ഞാൻ ജഗതിനെ ഇത്രയും ബോഡി ലാംഗ്വേജിൽ അവതരിപ്പിക്കണം ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു പേര് അവതരിപ്പിക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമല്ല ഒരു 3-4 പേര്, ആരായിക്കോട്ടെ, 3 എത്ര വേണമെങ്കിലും ചെയ്തോളി. എന്നിട്ട് വേണം നമുക്ക് നിങ്ങളുടെ ഹാർട്ടായ കലാമണി ചേട്ടനിലേക്ക് ചെല്ലാൻ. ഓക്കെ, പപ്പോട് ആയിക്കോട്ടെ. അതായത് താമരശ്ശേരി ചുരം കള അടിച്ചു. അടുത്ത ഉമ്മർ, KP ഉമ്മർ. KP ഉമ്മർ. ഓക്കെ. മോളെ ശാരദേ, ഞാനൊരു വികാര ജീവിയാണ്. നീ എന്നോട് സഹകരിച്ചാൽ ഞാൻ മാങ്ങ വാങ്ങിച്ചു തരാം.
ചേനയെ വാങ്ങിച്ചു തരാം. എന്നാ പിന്നെ പറഞ്ഞ പോലെ ഓർമ്മയിരിക്കട്ടെ. വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ്. നെക്സ്റ്റ് പ്രേമനസ്. ആ നിത്യഹരിത നായകൻ പ്രേംനസീർ. സത്യത്തിൽ നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്കെൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ വണ്ടിപ്പൊന്ന് ചിരിച്ചാട്ടെ. അയ്യോ അങ്ങനല്ല, ഇങ്ങനെ. ഒരുപാട് ഇഷ്ടമായി പ്രേംനസീർ, നമ്മളെ ഹാർട്ടായിരുന്നു മൂപ്പര്. പിന്നെ അടുത്ത ജനാർദ്ദൻ. എന്റെ പൊന്നു കർത്താവേ, പടമേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തം കൊളുത്തി പട എന്ന് പറയാം. ആലോചിച്ചറ ചീബൈക്കറല്ലേ, ചുമ്മാ പോകട്ടെ. നെക്സ്റ്റ്. മതി. ഇനിയിപ്പോ അടുത്ത ആരെങ്കിലും തൃപ്പൂണിത്തറ. അതിൽ നിർത്താൻ പറ്റും. മാത്രല്ലേ നിസാര വർഷം ശംഭോ മഹാദേവ അല്ലാന്ന് പറയാ. ശിവ ശിവ. വെരി ഗുഡ്. വെറും ഒരു മണിച്ചേട്ടനല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ ഹൃദയം മൊത്തം പല പല മണിച്ചേട്ടന്മാരാ. വെരി ഗുഡ്. ജീവനുള്ള മണിച്ചേട്ടൻ ഇതാ തിരിച്ചു വരാൻ പോകുന്നു. ശാന്ത പൊട്ടും തങ്കലസും ചാർത്തി വരുന്ന വേളയെ പുലരി പെണ്ണെ നിന്നെ കാണാൻ കൂടി വരികണ മനസ്സിൽ നീ സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ. ശാന്ത പൊട്ടും തങ്കലസും ചാർത്തി വരുന്ന വേളയെ പുലരി പെണ്ണെ നിന്നെ കാണാൻ കൂടി വരികണ മനസ്സിൽ നീ സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ. നീ ഒരു സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്ന വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്ന വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോ കിക്കർ വലിച്ചെന്റെ കൈ നടുവും തളർത്തിയൊരോട്ട വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോ കിക്കർ വലിച്ചെന്റെ കൈ നടുവും തളർത്തിയൊരോട്ട വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്ന വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോ കിക്കർ വലിച്ചെന്റെ കൈ നടുവും തളർത്തിയൊരോട്ട വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്ന വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള പെണ്ണിനെ കണ്ടേ തുടങ്ങല്ലേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള വികാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കാരു മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാർന്നേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള വികാരി പെണ്ണിനെ കണ്ടേ ഞാൻ. മണിച്ചേട്ടൻ്റെ കൂടെ വന്ന സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളാട്ടോ. അതിലിപ്പോൾ 2 പേരും ഇവിടെ ഉണ്ട്. എന്തായാലും ഒന്ന് പരിചയപ്പെടാം. ഓയ് വെരി വെരി വെരി.
എന്താ പേര്? എൻ്റെ ഒരു മനോജ്. മനോജ് എന്ത് ചെയ്യുന്നു? എനിക്ക് ആശാരപ്പണിയാണ്. ആശാരിപ്പണി. മനോജിന്റെ വൈഫ് എവിടെ? എന്താ പേര്? ജെസ്സി. ജെസ്സി. ജെസ്സി പിന്നെ ഒരു മണിച്ചേട്ടനോട് പ്രോഗ്രാമിനൊക്കെ പോകുന്ന സ്റ്റേജ് പ്രോഗ്രാമിന് പോകുന്ന ആളാണ്. മണിച്ചേട്ടന്റെ എന്റെ ഗുരുവാണ് ശരിക്കും. ഗുരു സ്ഥാനത്താണുള്ളത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും പിന്നെ ജെസ്സി ഇപ്പൊ എന്താ ചെയ്യുന്നു? വർക്ക് എന്താ ചെയ്യുന്നത്? ക്ലിനിക്കിൽ സ്റ്റാഫ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു മാനന്തവാടിയില. അപ്പൊ ജെസ്സിയുടെ ഒരു 4 വരി ഗാനം പാടിക്കൂടെ? മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട്. കലാഭവൻ മണിയെ അവതരിപ്പിക്കുന്ന നിരവധി അവതരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ ഫസ്റ്റാണ് കാണുന്നത്. അപ്പോൾ വയനാട്ടുകാരനായ ഈ മണിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. എന്താണ് ഗ്രൂപ്പിന്റെ പേര്? മണിമേളം ഓർക്കസ്ട്ര. മണിമേളം ഓർക്കസ്ട്ര. അതിൽ കുറച്ച് കലാകാരികളും കലാകാരന്മാരുണ്ട്. എത്ര പേരുണ്ട്? ഒരു 10-12ഓളം കലാകാരന്മാരും കലാകാരികളും. 10-12 കലാകാരന്മാരും കലാകാരികളും ഉണ്ട്. അവർ ഈ പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ മണിയുടെ നമ്പർ ഇതിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളെ പ്രോഗ്രാം നാട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ വിളിക്കണം, സപ്പോർട്ട് ചെയ്യണം. കാരണം അവർ എന്താ പറയുക, അതിൽ കുറച്ച് പേര് അവരുടെ ഉപജീവന മാർഗം പോലും ഇതാണെന്ന് തോന്നുന്നു. നന്നായിട്ട് മനോഹരമായ പാട്ടൊക്കെ പാടുന്ന കലാകാരികളും നിരവധി ഇതുപോലെ മിമിക്രി എല്ലാം അവതരിക്കും. നല്ലൊരു ഗ്രൂപ്പാണ്. പിന്നെ ഇതിനു മുമ്പ് വേറെ സിനിമയിൽ എന്തെങ്കിലും? സിനിമയിൽ ഇത്തിക്കര കൊമ്പൻ, ക്രൗര്യം സിനിമയിൽ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ദൈവത്തിന്റെ കാര്യം വലിയ വലിയ വേഷങ്ങൾ അത് പറയാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരുപാട് നിരവധി സ്റ്റേജുകളിൽ പോയിട്ടുണ്ട്. നിരവധി പ്രോഗ്രാമുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജയൻ ബത്തേരി, ഞാൻ പറയാൻ വിട്ടുപോയി, മണിയാണ്, സോറി, ജയൻ ബത്തേരി എൻ്റെ സുഹൃത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ മജീഷ്യനാണ്. അദ്ദേഹം മുഖാന്തരമാണ് ഞാൻ ഈ മണിയിലേക്ക് എത്തുന്നത്. ഞാൻ നിരവധി സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ടിട്ട് എപ്പോഴാണ് സംസാരിക്കുന്നതും ഇടപഴകുന്നതും. അതിന് പറഞ്ഞു. ജയൻ ബത്തേരി എനിക്ക് നിരവധി സ്റ്റേജുകളിൽ പ്രോഗ്രാം തന്ന ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹം കാരണമാണ് എനിക്ക് ഇന്ന് യൂട്യൂബ് ചാനലിൽ പങ്കെടുക്കാൻ തന്നെ ഒരു അവസരം കിട്ടിയത്. അതിന് നന്ദി പറയുകയാണ് ആദ്യമായിട്ട്. പിന്നെ അതുപോലെ തന്നെ TV ഇതുപോലെ കലാകാരന്മാരൊക്കെ കോമഡി ഉത്സവം അങ്ങനെ പല വേദികളിലും എത്തിയിട്ടുണ്ട്. അങ്ങ് അതേപോലെ എവിടെയെങ്കിലും? ഇല്ല, ഞാൻ കോമഡി ഉത്സവത്തിൽ വെള്ളിയൂർക്കാവില് ഞാൻ സെലക്ഷൻ ആയതാ. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. അതെന്താ പറഞ്ഞത്? അവര് പറഞ്ഞ് അടുത്തൊരു ഗ്രൂപ്പും കൂടി വെക്കുന്നുണ്ട്, അതിലും കൂടി സെലക്ഷൻ ആവണം. അപ്പൊ മിഥുന്റെ മുഖമൊക്കെ കോടിപ്പോയി, വേറൊരു പെണ്ണാണ് ആങ്കറിങ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഒഴിഞ്ഞു മാറി. മിസ്സായിപ്പോയി. പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഇതിലിങ്ങനെ ഇത്രയൊരു അവസരം കിട്ടിയല്ലോ. ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ കയറാനുള്ള വലിയൊരു ഭാഗ്യമാണ് എനിക്ക് തോന്നുന്നത്. ഈശ്വരൻ ഇന്ന് അനുഗ്രഹിച്ചല്ല. എന്താ അറിയോ, ഞാനിത് ചെയ്യാൻ കാരണം എന്താ വെച്ചാല്, ഞാനും ജയനുമായി സംസാരിച്ചപ്പോൾ കലാഭവൻ മണിയെ അവതരിപ്പിക്കുക നിരവധി സ്റ്റേജുകളിൽ ഒരു കാലത്ത് അതന്നായിരുന്നു മണിയുടെ ആ മരണത്തോട്. വയനാട്ടിലെ ഏത് സ്റ്റേജ് പ്രോഗ്രാമിൽ പോയാലും കലാഭവൻ മണി വരുന്നതായിരിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെയായിരുന്നു. ഇപ്പൊ കുറച്ചായിട്ടില്ല ജയ, മണിയെ കാണാനില്ല. പ്രത്യേകിച്ച് വയനാട്ടുകാർ നമ്മളെ മണിച്ചേട്ടനെ മറന്നുപോയി. അപ്പൊ ഞങ്ങൾക്ക് ഇല്ലേ മണിച്ചേട്ടനെ അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് ഇത് കൊണ്ടുവന്നത്. ജയൻ എന്താണ് പറയുന്നത് അവസാനമായിട്ട്? അതെ, നമ്മളെ ഇത്രയും നല്ലൊരു കലാകാരൻ നമ്മുടെ വയനാട്ടില്, അതായത് നമ്മുടെ പ്രോഗ്രാമുകൾ ചെയ്യുന്ന സമയത്ത് മണിയുടെ പരിപാടിയിലാണെങ്കിൽ ഞാൻ ഉണ്ടാവും, എന്റെ പ്രോഗ്രാമിലാണെങ്കിലും മണിയേട്ടൻ ഉണ്ടാവും. നമ്മളങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത്. ഏത് പരിപാടി ആണെങ്കിലും നമ്മൾ രണ്ടുപേരും. നിരവധി സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പോകുന്ന വലിയൊരു മജീഷ്യനാണ്. ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുള്ള ജയൻ ബത്തേരിയുടെ വീഡിയോ ഞാൻ യൂട്യൂബിലിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പ്രോഗ്രാമിന് ജയനും പോകാറുണ്ട്. അപ്പോൾ എന്തായാലും ജയന്റെയും മണിന്റെയും നമ്പർ ഞാൻ ഇവരെ കൊടുക്കുക. എല്ലാവരും അവർക്ക് സപ്പോർട്ട് ചെയ്യുക അല്ലേ? എന്നാ ഓക്കെ.